Dear children, today we will discuss about the topic unit cell. What is unit cell? ഇപ്പോൾ നിങ്ങൾ ഇത് അസ്യൂം ചെയ്യുക, ഇതൊരു ക്രിസ്റ്റൽ ആണ് എന്ന് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുക. ഈ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുള്ളത് കുറെ സ്മോൾ യൂണിറ്റ് കമ്പൈൻ ചെയ്താണല്ലോ ഈ ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു സ്മോൾ യൂണിറ്റിനെ നമുക്ക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാൻ പറ്റും. നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാല് ഇതേപോലായിരിക്കും. കുറെ സ്മോൾ യൂണിറ്റ് കമ്പൈൻ ചെയ്താണ് അത് എന്തായിട്ട് മാറുന്നത്, ഒരു ക്രിസ്റ്റൽ ആയിട്ട് മാറുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളൊരു ബിൽഡിംഗ് എടുക്കുക. ഈ ബിൽഡിങ്ങിനകത്ത് കുറെ റൂംസ് ഉണ്ട്. ഈ റൂംസ് കമ്പൈൻ ചെയ്ത ആ ഒരു ബിൽഡിംഗ് ആയിട്ട് മാറുന്നത്. ആ ഒരു റൂമിനെ നമുക്ക് യൂണിറ്റ് സെൽ എന്ന് പറയാം. ഇതേപോലാണ് ഒരു ക്രിസ്റ്റലിന്റെ കേസിൽ. ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ കുറെ സ്മോൾ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് അത് കമ്പൈൻ ചെയ്താൽ നമ്മൾ ആ കാണുന്ന ഒരു ക്രിസ്റ്റൽ ആയിട്ട് മാറുന്നത്. ആ ഒരു സ്മോൾ യൂണിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, യൂണിറ്റ് സെൽ. അപ്പൊ വാട്ട് ഈസ് യൂണിറ്റ് സെൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെൽ കമ്പൈൻ ചെയ്ത് അത് എന്തായിട്ട് മാറുന്നത്, ഒരു ക്രിസ്റ്റൽ ആയിട്ട് മാറുന്നത്. അപ്പൊ എക്സാമിന് വാട്ട് ഈസ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ യൂണിറ്റ് സെൽ ഡിഫൈൻ ചെയ്യും? വാട്ട് ഈസ് യൂണിറ്റ് സെൽ? The smallest repeating unit of a crystal is known as unit cell. Next, crystal lattice. നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനെ ഒരു ക്യൂബായിട്ടാ അസ്യൂം ചെയ്യുന്നത്. അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് സ്ഫിയർ ആയിട്ടുവാ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ക്യൂബോയിഡ് ആണ്. പക്ഷെ നിങ്ങൾ ഇതൊരു ക്യൂബായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. ഇതൊരു യൂണിറ്റ് സെല്ലായിട്ട് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 8 കോർണേഴ്സ് ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8. അപ്പൊ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ് ആൻഡ് 6 ഫേസസ്. 1 2 3 4 5 6. അപ്പൊ 6 ഫേസസും ഉണ്ട്, 8 കോർണേഴ്സും ഉണ്ട്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒന്നി ഇതിന്റെ കോർണേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഫേസസിലായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ സെന്ററിൽ, ഈ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലായിരിക്കും. അല്ലാതെ എല്ലാ പോർഷനിലും എന്ത് അറേഞ്ച് ചെയ്തിട്ടില്ല, പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടില്ല. ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണോ അതിനകത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത്, ആ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ ഈസ് നോൺ ആസ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു യൂണിറ്റ് സെല്ലിനുള്ളില് ഏത് രീതിയിലാണോ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത്, ആ 3 ഡൈമെൻഷണൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ 2 കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. ഫസ്റ്റ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ. Then crystal lattice means the 3 dimensional arrangement of particles in a crystals are known as crystal lattice. ഇനി ഈ യൂണിറ്റ് സെല്ലിന്റെ എവിടൊക്കെയാണോ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തത് നമ്മൾ പറഞ്ഞു, ഒന്നി കോർണേഴ്സിലാകാം അല്ലെങ്കിൽ ഇതിന്റെ ഫേസസിലാകാം. അപ്പൊ എവിടാണോ പാർട്ടിക്കിൾസ് കാണുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. ഇപ്പൊ ഈ കോർണേഴ്സിലാണ് പാർട്ടിക്കിൾസ് കാണുന്നതെങ്കിൽ ഈ കോർണറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ലാറ്റിസ് പോയിന്റ്. ഇനി ഈ ഫേസസിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഫേസസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ലാറ്റിസ് പോയിന്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ലാറ്റിസ് പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? വാട്ട് ഈസ് ലാറ്റിസ് പോയിന്റ്? ദ പോയിന്റ് വേർ പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് ഇൻ എ യൂണിറ്റ് സെൽ ഈസ് നോൺ ആസ് ലാറ്റിസ് പോയിന്റ്. ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ എവിടൊക്കെയാണോ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്.
ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് ഈ കോർണേഴ്സിലാണെന്ന് നിങ്ങൾ വെച്ചു. അപ്പൊ ഇതിനിടയ്ക്കുള്ള ബാക്കി സ്പേസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് കിടക്കുവാണല്ലോ. ആ സ്പേസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പൊ ലാറ്റിസ് പോയിന്റിന് ഇടയ്ക്കായിട്ട് വരുന്ന ഫ്രീ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ദ സ്പേസ് ബിറ്റ്വീൻ ലാറ്റിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം ഇപ്പം പഠിച്ചത്? ഫസ്റ്റ്, lattice point. Lattice point, the point where particles are arranged in a crystal lattice. Crystal lattice എന്ന് പറഞ്ഞാൽ 3-dimensional arrangement of particles. ആ particles arrange ചെയ്തിട്ടുള്ള പോയിന്റ് lattice point. Then interstitial space. Interstitial space means the spaces between lattice point is known as interstitial space. Next, types of unit cell. Unit cell are mainly divided into two types, primitive and non-primitive. Non-primitive ആണ് centered എന്ന പേരിലും അറിയപ്പെടും. എന്തുകൊണ്ടാണ് centered എന്നറിയപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ primitive എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ primitive തന്നെയാണ് simple cubic എന്ന പേരിലും അറിയപ്പെടുന്നത്. Types of unit cell. First one, primitive or simple cubic. അപ്പോൾ സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് കോർണേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ ഒരു ക്യൂബായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്, 8 കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എവിടെ മാത്രമായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 8 കോർണേഴ്സ്. 1 2 3 4 5 6 7 8. അപ്പൊ ഇങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ്. അപ്പൊ എന്താണ് സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്? പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് നോൺ ആസ് സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എവിടെ മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 8 കോർണേഴ്സ്. 1 2 3 4. അതുപോലെ താഴെ 4 എണ്ണം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ്. ഇനി സെക്കൻഡ് ടൈപ്പ് ആണ് നോൺ പ്രിമിറ്റീവ് ഓർ സെന്റേഡ്. ഇതിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആൻഡ് എൻഡ് സെന്റേഡ്. ഈ സെന്റേഡ് എന്നറിയപ്പെടാനുള്ള കാരണം, ഫസ്റ്റ് വൺ ബോഡി സെന്റേഡ് എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്നിടത്തെല്ലാം ഈ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പോൾ ബോഡി സെന്റേഡ് എന്ന് പറഞ്ഞാൽ 8 കോർണേഴ്സും പിന്നെ ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ അങ്ങനെ വരുന്നതിനെയാണ് ബോഡി സെന്റേഡ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ പ്രിമിറ്റീവിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആൻഡ് എൻഡ് സെന്റേഡ്. അതിൽ ബോഡി സെന്റേഡിന്റെ കാര്യമാണ് നമ്മളിപ്പം പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്. പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ് ആൻഡ് center of the unit cell. Second one, non-primitive or centered unit cells. It is again divided into 3 types, body centered or BCC. Body centered indiana body centered crystal lattice, adana BCC. Then face centered FCC and end centered. ഇതിൽ എൻഡ് സെന്റേഡ് നമുക്ക് കാര്യമായിട്ടില്ല, ജസ്റ്റ് എന്തുവാണെന്നൊന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് കാര്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ബോഡി സെന്റേഡ് ആൻഡ് ഫേസ് സെന്റേഡ്. അപ്പോൾ ബോഡി സെന്റർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു 8 കോർണേഴ്സിലുണ്ട്. പിന്നെ സെന്റർ ഓഫ് ദ ബോഡി, നടുക്ക് നമ്മൾ പാർട്ടിക്കിൾ ഒരു സ്ഫിയർ ആയിട്ടാ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 8 കോർണേഴ്സിലുണ്ട്. പിന്നെ ആ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലായിട്ട് ഒരെണ്ണം വരും. ഇങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? BCC. അപ്പം BCC എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ് ആൻഡ് സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ. ആ സെന്ററിൽ വരുന്നത് കൊണ്ടാണ് ബോഡി സെന്റർ. അപ്പം BCC എന്തുവാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് FCC. നെക്സ്റ്റ് ഫേസ് സെന്റേഡ്. ആ പേരിൽ തന്നെ ഉണ്ട്. എവിടെ 8 കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് കൂടാതെ പിന്നെ എവിടെ ആയിരിക്കും വരുന്നത്? ഫേസ് സെന്റേഡ്. അപ്പൊ 6 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫേസിന്റെ സെന്ററിലുമായിട്ട് എന്ത് വരും? പാർട്ടിക്കിൾസ്.
അപ്പം ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ് ആൻഡ് 6 ഫേസസ്. ഈ 6 ഫേസസിൽ എന്ത് വരുന്നുണ്ട്? പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫേസ് സെന്റേർഡ്. അപ്പൊ ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലും 6 ഫേസസിലും വരുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് ഫേസ് സെന്റേർഡ്. അപ്പൊ BCC എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ്. ഈ 8 കോർണേഴ്സ് ആണ് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആ സെന്ററിൽ വരുന്നതാണ് ഈ സ്ഫിയർ. ദെൻ ഫേസ് സെന്റേർഡ്. ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലുണ്ട്. 8 കോർണേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 6 ഫേസസ്. 1, ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന മുകളിലത്തെ 2, ഇത് 3, ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ഫേസ് 4. ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ളതും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുക. അല്ലാതെ നമുക്കൊരു 3 ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് നമ്മുടെ ഐസിന് നേരെയുള്ളതും അതിന് ഓപ്പോസിറ്റ് വരുന്നതുമാണ് ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് ഫേസ് സെന്റേർഡ്. ലാസ്റ്റ് ആണ് എൻ സെന്റേർഡ്. നെക്സ്റ്റ് എൻ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലും ഉണ്ട്. ഇനി ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസ്. ഇപ്പൊ ഈ ഫേസ് ആണ് പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ഫേസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ കാണും. ഇനി ഇവിടാണ് പാർട്ടിക്കിൾ വരുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഇവിടെ. ഇങ്ങനെ ഏതെങ്കിലും 2 ഫേസസിൽ മാത്രമേ കാണൂ. ആ 2 ഫേസസ് എന്ന് പറയുന്നത് ഏത് ഫേസിലാണോ പാർട്ടിക്കിൾ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ വരണം. പിന്നെ 8 കോർണേഴ്സ്. അങ്ങനെയുള്ളതാണ് എൻ സെന്റേർഡ്. ഇതെന്തുവാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ബാക്കി BCCയും FCCയെ പറ്റിയാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അതിനകത്ത് പാർട്ടിക്കിൾസ് എത്ര ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ആർ മെയിൻലി ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. ഏതൊക്കെയായിരുന്നു 2 ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ല്? ഫസ്റ്റ് വൺ സിമ്പിൾ ക്യൂബിക്കൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ്. സെക്കൻഡ് വൺ നോൺ പ്രിമിറ്റീവ്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ഇനി പ്രിമിറ്റീവിനെ തന്നെയാണ് സിമ്പിൾ ക്യൂബിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് 8 കോർണേഴ്സ്. ദെൻ നോൺ പ്രിമിറ്റീവ് ഓർ സെന്റേർഡ്. സെന്റേർഡ് എന്ന പേര് വരാനുള്ള കാരണം 8 കോർണേഴ്സ് കൂടാതെ അതിന്റെ സെന്ററിലും വരും. അതൊന്നീ ഫേസ് ആകാം, യൂണിറ്റ് സെല്ലിന്റെ സെന്റർ ആകാം. അതുകൊണ്ടാണ് അതിനെ സെന്റേർഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് again divided into 3 types: body centered, face centered and end centered. Body centered എന്ന് പറഞ്ഞാൽ particles arranged at 8 corners and center of the unit cell. Then face centered, particles arranged at 8 corners and 6 at the center of the 6 faces. Then end centered. End centered 8 corners and any 2 opposite faces. ഇത്രയാണ് യൂണിറ്റ് സെല്ലിന്റെ ഡിവിഷൻ.